പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനെ ഇറാൻ ആഗോള സമൂഹത്തിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയാണ്. തുറന്നടിച്ച യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കാനും അതുവഴി ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്താനുമാണ് ഇറാന്റെ ശ്രമമെന്ന് റൂബിയോ ആരോപിച്ചു. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ അഞ്ചിലൊന്നും കടന്നുപോകുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വാണിജ്യപാതയാണിത്. ഈ രാജ്യാന്തര കപ്പൽ പാതയുടെ സംരക്ഷണം അമേരിക്ക തുടർന്നും ഉറപ്പാക്കും. എന്നാൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും സാമ്പത്തിക ബാധ്യതയും യുഎസ് മാത്രം ചുമക്കേണ്ടതല്ല. കപ്പൽ ഗതാഗതത്തെ ആശ്രയിക്കുന്ന മറ്റ് രാജ്യങ്ങളും ഇതിനായി സൈനികമായ ഹാർഡ്വെയറുകളോ സാമ്പത്തിക സഹായങ്ങളോ നൽകി മുന്നോട്ട് വരണമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. അതേസമയം മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് അമേരിക്ക ഇപ്പോഴും തയ്യാറാണെന്ന് റൂബിയോ വ്യക്തമാക്കി. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന താൽക്കാലിക സമാധാന അന്തരീക്ഷം തകർത്തത്. നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെടുന്നത് ഇറാന് ഒട്ടും ഗുണം ചെയ്യില്ലെന്ന മുന്നറിയിപ്പും യുഎസ് നൽകുന്നു. നിലവിലെ അനിശ്ചിതാവസ്ഥ ആഗോള വിപണിയെയും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും ഇതിനകം ബാധിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ആസിയാൻ സമ്മേളനത്തിലും പശ്ചിമേഷ്യൻ സുരക്ഷയും കപ്പൽ പാതകളുടെ സംരക്ഷണവും പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചെങ്കടൽ ഉപരോധിക്കാൻ യമനിലെ വിമത ഗ്രൂപ്പായ ഹൂതികളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാൻ. ചെങ്കടലിലെ പ്രധാന പാതയായ ബാബ് അൽ മന്ദബ് തടയാനാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ യുഎസും ഇറാനും വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഈ നിർണായക നീക്കം. നേരത്തെ ബാബ് അൽ മന്ദബിൽ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു. ഇറാനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപായിരുന്നു ഹൂതികൾ ഇതിന് സന്നദ്ധത അറിയിച്ചത്. ആഗോള എണ്ണ വിതരണത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു പാതയാണ് ബാബ് അൽ മന്ദബ്. ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണിത്. റിപ്പോർട്ടുകൾ പ്രകാരം ചെങ്കടലിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുകയാണെങ്കിൽ സൗദി അറേബ്യ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ എണ്ണ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ലോക ഊർജ്ജ വിതരണത്തിന്റെ 7% ചെങ്കടൽ വഴിയാണ് നടക്കുന്നത്. നിലവിൽ ഇറാന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് ആദ്യമായല്ല ചെങ്കടലിലെ ഗതാഗതം തടസ്സപ്പെടുന്നത്. പലസ്തീനികളെ ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടികളിൽ ഇസ്രായേലിനെതിരെ ഹൂതികൾ നിരവധി തവണയാണ് ആക്രമണം നടത്തിയത്. ഇസ്രയേൽ പതാകയുള്ള ഇസ്രയേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെയായിരുന്നു ഹൂതികളുടെ ആക്രമണം. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇറാനെ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഹൂതികൾ സജീവമായി യുദ്ധരംഗത്തില്ല. ലബനനിലെ തുടർച്ചയായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള്ളയും ഇസ്രയേലിന് നേരെ തിരിച്ചടിച്ചിരുന്നു. എന്നാൽ IRGCയുടെ പിന്തുണയുള്ള ഈ വിമത സംഘടനകൾ നേരിട്ട് ഇതുവരെ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വഷളാകുമെന്നാണ് ലോകരാഷ്ട്രങ്ങളുടെ വിലയിരുത്തൽ. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണ്. ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അമേരിക്ക തുടരുകയാണ്. ഇനിയും ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പും നിലവിലുണ്ട്. ഇറാനെതിരെ ശക്തമായ ആക്രമണമാണ് അമേരിക്കയും നടത്തുന്നത്. തെക്കൻ ഇറാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ ആക്രമണങ്ങളെങ്കിലും ഇറാനുള്ളിലെ മറ്റു മേഖലകളിലെയും അമേരിക്കൻ സൈന്യം ലക്ഷ്യം വെച്ചു. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധത്തിന്റെ ഭാഗമായി ഖാർദ്വീപിലേക്ക് പോകുകയായിരുന്ന ആളില്ലാത്ത ഒരു എണ്ണക്കപ്പലിനെ ആക്രമിച്ച് പ്രവർത്തനരഹിതമാക്കിയതായി അമേരിക്ക അവകാശപ്പെട്ടു. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ നാവിക ഉപരോധം വീണ്ടും പ്രാബല്യത്തിൽ വന്നതിനു ശേഷം കപ്പലുകൾക്കെതിരെ അമേരിക്ക നടത്തുന്ന ആദ്യ ആക്രമണമാണിത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിനെ ഹെൽഫെയർ മിസൈലുകൾ ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കിയതായും അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശവാദമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.